ഇതൊരു ദ്വാരക്കണോർത്തും ദ്വാരക്കാത്തോർത്തുള്ള തർക്കല്ല, ദിക്ർ ചൊല്ലണോ ചൊല്ലണ്ടേ എന്നുള്ള തർക്കല്ല, അതല്ലെങ്കിൽ മൗലിദ് ഓതണോ ഓതണ്ടേ എന്നുള്ള തർക്കല്ല. കേരളത്തിലുള്ള മുഴുവൻ സുന്നികളും ജൂതന്മാരാണ്, അവർ മുശ്രിക്കുകളാണ് എന്ന് അടച്ചാക്ഷേപിക്കുമ്പോൾ ഒരാൾ തൂക്കിക്കൊല്ലുമ്പോ എന്തിനാ എന്നെ കൊല്ലണമെന്നുള്ളൊരു അറിയാനുള്ള ബാധ്യത കൊല്ലപ്പെടുന്നാക്കില്ലേ, തൂക്കപ്പെടുന്നാക്കില്ലേ? എന്തിനാണ് എന്നെ തൂക്കുന്നത് എന്ന് തൂക്കപ്പെടുന്ന ആൾ അറിയണ്ടേ? ഇങ്ങനെ ആരോപിക്കപ്പെടുമ്പോൾ ഈ ആരോപണം പറയാൻ മാത്രമുള്ള എന്ത് വിഷയമാണുള്ളത് എന്നതിനെ സംബന്ധിച്ച് മനസ്സിലാക്കണ്ടേ? അതുകൊണ്ടാണ് ഈ ബിദ്അത്തിന്റെ ഗൗരവം മനസ്സിലാക്കാനാണ് മുത്തുനബി തങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇദ്ദേഹം പിന്നീട് നടത്തിയൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, കേരളത്തിൽ ഷിയായിസം വരാത്തത് സമസ്ത ഉണ്ടായതുകൊണ്ടാണ്. 4 ദിവസം മുമ്പ് പറഞ്ഞത് സമസ്തക്കാർ മുഴുവൻ ഷിയാക്കളാണ്. 2 ദിവസം കഴിഞ്ഞതിന് ശേഷം മൂപ്പർ അതിനൊരു വിശദീകരണം നൽകിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ ഷിയായിസം വരാത്തത് സമസ്ത ഉണ്ടായതുകൊണ്ടാണ്. സമസ്തക്കാരൊക്കെ ദീർഘദൃഷ്ടിയുള്ളവരാണ്, നല്ല തൗഹീദുള്ളവരാണ്. പെരടിക്കാണ്ട് കിട്ടിയപ്പം ഉള്ളത് പോലാണ് പറഞ്ഞത്. അദ്ദേഹത്തിനാണ് സംസാരം ഒന്ന് കേൾക്കുക. കൊണ്ട് തന്നെ ഇറാനിയൻ ഷിയത്ത് കേരളത്തിൽ വരാതെ സംരക്ഷിച്ചത് സമസ്തയാണ്. അപ്പൊ യമനിൽ നിന്നുള്ള ഷിയായിസം കേരളത്തിൽ വരാതെ സംരക്ഷിച്ച സംസ്ഥയാണ്. സന്തോഷമായി കാണുമ്പോൾ സർവത്ത് വാങ്ങിത്തരാം. ബാക്കി സമസ്തന്റെ പണ്ഡിതന്മാരുടെ ദീർഘദൃഷ്ടിയാണ്, പൂർവികന്മാരുടെ. അപ്പൊ സമസ്തയുടെ പൂർവികന്മാരായ പണ്ഡിതന്മാരുടെ ദീർഘദൃഷ്ടി കൊണ്ടാണ് യമനിൽ നിന്ന് ഷിയായിസം എങ്ങനെയാണ് ലോഡായിട്ട് വരാത്തത്. ആയിക്കോട്ടെ, സന്തോഷമുണ്ട്. എന്നിട്ട് അവർ യമനിയൻ ഷിയത്തിന്റെ ഭാഗമാണ്, അത്ര കട്ടിയില്ല. 1 2 സമസ്തയെ ഞാൻ ഒരിക്കലും ശിർക്കിന്റെയോ മുശ്രിക്കിന്റെയോ മുശ്രിക്കിന്റെയോ കാഫിറിന്റെയോ പട്ടികയിൽ ഞാൻ പെടുത്തൂല. കാരണം എന്താ നോക്കി ഇത്ര നല്ല മനുഷ്യനെ കണ്ടുക്കണ സമസ്തന്റെ ആൾക്കാരെ ഞാനിങ്ങനെ ശിർക്കും മുശ്രിക്കും നാക്കൂല. ആക്കിയന് മാത്രം കിട്ടിയിരിക്കണേ, ആക്കിയന് മാത്രം കിട്ടിയപ്പോ പറയാണ് ഞാൻ സമസ്തക്കാരങ്ങനെ ഒന്നും ഞാൻ അങ്ങനെ സമസ്തക്കാരെ പ്രതികരിച്ചിട്ടുള്ളൂ, ബാക്കി നട്ടലില്ലാത്ത ഒരാളും പ്രതികരിച്ചിട്ടില്ല. സമസ്തക്കാരാണ് പ്രതികരിച്ചു. 2 പരിപാടിയാണ് വെച്ചു, പള്ളാണ് നിറഞ്ഞു. സമസ്തക്കാരൊന്നും മുശ്രിക്കുകളല്ലാന്ന് തൊള്ളുകൊണ്ടാണ് പറഞ്ഞു. ബാക്കി എനിക്കറിയുന്ന പല പണ്ഡിതന്മാരും പ്യൂർ മുവഹിദുകൾ സമസ്തയിലൂടെ എനിക്കറിയുന്ന, ഇപ്പോഴും അറിയുന്ന. എന്താന്നറിയോ എങ്ങനെ പ്യൂർ ഇംഗ്ലീഷ് വാക്ക്? അതന്നെ അത്രയും നല്ല ക്ലിയർ ഉള്ള തൗഹീദുള്ള പണ്ഡിതന്മാരെ സമസ്തയിലുണ്ട്. ഇതെന്താ എങ്ങനെ പറഞ്ഞു? നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചു എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല, അത്രയും അഹങ്കാരമൊന്നും നമുക്കില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞില്ലേ, അത് മതി. നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചു എന്ന് ഞങ്ങൾ പറയണില്ല, പക്ഷെ നിങ്ങൾ പറഞ്ഞു. എന്തുകൊണ്ട് പറഞ്ഞു? ആദ്യം പറഞ്ഞത് കളവായതുകൊണ്ടല്ലേ പിന്നെ തിരുത്തേണ്ടി വന്നത്? ആദ്യം പറഞ്ഞത് കളവല്ലെങ്കിൽ തിരുത്തേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ സമസ്തക്കാരായ പണ്ഡിതന്മാരും സമസ്തക്കാരായ ആളുകളും മുശ്രിക്കീങ്ങളാണെന്ന് ഞാൻ പറയില്ല. ഓലൊക്കെ ദീർഘദൃഷ്ടിയുള്ളവരാണ്. ഓല ദീർഘദൃഷ്ടി കൊണ്ടാണ് ഇവിടെ ഷിയായിസം വരാത്തത് എന്ന് നിങ്ങൾ പറഞ്ഞെങ്കിൽ അതാണ് സത്യം. അതാണ് ഈ പരിപാടിയുടെ നേട്ടം എന്ന് പറയുന്നത്. നമ്മളാരും ഉണ്ടാതെങ്ങനെ ഇരുന്നാ ഇയാൾ തിരുത്തുവോ? അതുകൊണ്ടാണ് വഹാബിസത്തിന്റെ ഗൗരവം നമ്മൾ തിരിച്ചറിയണം എന്ന് പറയുന്നത്. ആരാ ആശിക്ക് പാടിയ പാട്ടാണ്. അതിന് ഇന്നത്തെ വിശദീകരണം പിരാന്തന്മാര്, മാനസിക രോഗികള്, രോഗികള് പിച്ചും പേയും പറയുന്ന വാക്കായിട്ട് കണ്ടാ മതി. ആരാ അത് കൊടിയ ശിർക്കും കുഫറും തന്നെയാണ് എന്ന് ബോധ്യപ്പെടുകയും അത് ഉമ്മത്തോട് പറയാൻ തുടങ്ങുകയും ചെയ്തിരിക്കുന്നത്. ആരാ ആശിക്ക് പാടിയ പാട്ടാണ്. അതിന് ഇന്നത്തെ വിശദീകരണം പിരാന്തന്മാര്, മാനസിക രോഗികള് പിച്ചും പേയും പറയുന്ന വാക്കായിട്ട് കണ്ടാ മതി. ആരാ അത് കൊടിയ ശിർക്കും കുഫറും തന്നെയാണ് എന്ന് ബോധ്യപ്പെടുകയും അത് ഉമ്മത്തോട് പറയാൻ തുടങ്ങുകയും ചെയ്തിരിക്കുന്നത്. ആരാ പിറ്റേന്ന് കാലത്ത് വീണ്ടും വന്നു നബി തങ്ങളുടെ ഹദ്റത്തിലേക്ക്, അതേ ഹദീസിന്റെ ബാക്കി. യാ റസൂലല്ലാഹ്, വെള്ളം കൂടിപ്പോയി, ഞങ്ങളെ മൃഗങ്ങളൊക്കെ ചാകാൻ തുടങ്ങി, വെള്ളത്തിൽ മുങ്ങിയിട്ട് കൃഷി നശിക്കാൻ തുടങ്ങി. വെള്ളം പറയാൻ നബിയെ, മദീന പറയാൻ നബിയെ,
അഷ്റഫുൽ ഖാൻ തങ്ങൾ ഞാനെന്ത് പറയാനാ, നിങ്ങൾ അള്ളാഹുവിനെ വിളിക്കുന്നു പറഞ്ഞില്ല ആ സമയത്ത്. ആരാ? വല്ലാഹി ഇവർ മുസ്ലിം അല്ല. ഇവിടുത്തെ മഹല്ല് പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റുകയില്ല. കുത്തുബത്ത് ജയിക്കുന്ന പള്ളി വല്ലാഹി അമ്പലമാണ്. അമ്പലത്തിലെ സാമിനെ തുറന്ന് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് ജയിക്കുന്ന ഉസ്താദിനെ തുറന്ന് നിസ്കരിക്കല്. അതാണ് മഹാനായ ഉമർ മൗലവി റഹിമഹുല്ലാഹ് അവിടുത്തെ മരണത്തിന്റെ ശേഷം അതാ ഒരു കറാമത്തെന്ന നിലക്ക് തന്നെ അതാ അവിടുത്തേക്ക് കിട്ടിയ ഒരു ആദരവെന്ന നിലക്ക് തന്നെ ഇന്ന് മുസ്ലിയാക്കൾ അത് സമ്മതിക്കുന്നു. ഉമർ മൗലവിയുടെ വിശ്വാസം എന്താണ്? നബി തങ്ങൾ സാധാരണക്കാരനാണെന്ന് പറയാൻ പാടില്ല. നബി തങ്ങൾ കേവലം സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണെന്ന് ഉമർ മൗലവിയുടെ വിശ്വാസം എന്താണ്? നബി തങ്ങൾ സാധാരണക്കാരനാണെന്ന് പറയാൻ പാടില്ല. നബി തങ്ങൾ കേവലം സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണെന്ന് ഉമർ മൗലവി അതൊരു സാധാരണ മുഹമ്മദാണ് എന്ന് പറയാൻ നാളിതുവരെ ആരും തയ്യാറായിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖവും മൂക്കും പൊട്ടിപ്പിടിച്ചാൽ അദ്ദേഹവും മരിച്ചു. ഏതായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, അല്ലാഹുവിന്റെ റസൂൽ അറബി ഭാഷ മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറബി അല്ലാത്തൊരു ഭാഷ അറിയുമായിരുന്നില്ല. അലൈഹി വസല്ലമയെ കുറിച്ച് എം അക്ബർ എന്ന് പറയുന്ന മുജാഹിദ് നേതാവ് പറഞ്ഞു, അറബി പയ്യനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 40 വയസ്സുവരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ. അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ. രാത്രി ഇരുട്ടത്ത് ഗുഹയിൽ ഭജനമിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക. മൂസാ നബിയല്ല, മൂസാക്ക. ആരാണ്? മൂസ സാഹിബ്. നബി മൂസാ നബിയല്ല, മൂസാക്ക. ആരാണ്? മൂസ സാഹിബ്. മൂസാ നബിയല്ല, മൂസാക്ക. ആരാണ്? മൂസ സാഹിബ്. 2 മാസം മുമ്പ് തന്നെ ഭൂതലം വിട്ടുപിരിഞ്ഞു പിതാവ്. നമ്മളാണ് എന്ത് പറയും, ചെക്കന്റെ വയറ്റിൽ ഊറിയപ്പോഴേക്കും തന്ത തെറിച്ചുപോയി. അവിടുന്ന് തന്നെ തുടങ്ങാം. പിന്നെ 6 വയസ്സായപ്പോഴേക്കും ഉമ്മയും പോയി, ഉമ്മയും ബാപ്പിയും പോയി. പിന്നെ തൊടുന്നോലൊക്കെ അബ്ദുൽ മുത്തലിബും പോയി, അബൂതാലിബും പോയി. ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ, കഫാലത്ത് ആരേറ്റെടുക്കുന്നോ ഓലൊക്കെ മരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് എന്നല്ല പറയാ, അറിഞ്ഞാല് ഇതാ ആളില്ലേ. നമ്മൾക്കുള്ളതൊക്കെ ചില കുട്ടികൾ ഉണ്ടായാലും നമ്മൾ പറയും, എന്റെ മറ്റേ കമ്പനി ഉണ്ടായതും ഈ പീടുണ്ടായതും ഇവ ഉണ്ടായതിന്റെ ശേഷം. ആ ദജ്ജാലുണ്ടല്ലോ, ഓ ഉണ്ടായതിന്റെ ശേഷമുള്ള പ്രശ്നം മുഴുവൻ ഉണ്ടായി. പറയാറില്ല, ഉള്ളിലുണ്ട്. മുജാഹിദുകൾക്ക് ഉള്ളിലുണ്ട്, മറ്റോട് പറയാറുണ്ട്. അതിന്റെ ശേഷം ആ ദജ്ജാലുണ്ടല്ലോ, ഓ ഉണ്ടായതിന്റെ ശേഷമുള്ള പ്രശ്നം മുഴുവൻ ഉണ്ടായി. പറയാറില്ല, ഉള്ളിലുണ്ട്. ഞാനൊരു സ്ഥലത്ത് പറഞ്ഞപ്പോ നമ്മളെ മുസ്ലിയാക്കന്മാരെല്ലാം കൂടിയും ഇറങ്ങി. എന്താ അറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാഗുരുത്തം കെട്ട കുട്ടിയാണെന്നും വാപ്പ മരിച്ചത് അങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നു പറഞ്ഞിട്ട് കേസറ്റിൽ തുടങ്ങി. കേസറ്റിട്ട് മാത്രമാണ് അർത്ഥം. ഇത് നമ്മളുടെ വീക്ഷണത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം മോശപ്പെട്ട കുട്ടി വേറുണ്ടാവാൻ സാധ്യത. നമ്മളുടെ വീക്ഷണത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം മോശപ്പെട്ട കുട്ടി വേറുണ്ടാവാൻ സാധ്യതയില്ല. കാരണം എന്താ, നമുക്കൊരു കുട്ടി ജനിച്ചിട്ട് കച്ചവടമൊക്കെ ഉഷാറായ ഞങ്ങൾ എന്ത് പറയും? ഒരു കുട്ടി ജനിച്ചതിന് ശേഷം കച്ചവടമൊക്കെ പൊളിഞ്ഞും പോയാൽ ഞങ്ങൾ എന്ത് പറയും? ഈ ചെക്കൻ ഉണ്ടായതിന്റെ ശേഷമാണ് ഇതെല്ലാം പൊളിഞ്ഞത്. മറ്റോണ്ടായതിനു ശേഷം കച്ചവടമൊക്കെ ഉഷാറായെന്ന് ഓൻ എപ്പോഴും ഡ്രസ്സ് വാങ്ങിക്കൊടുക്കണം, കായപ്പും ചായയും വാങ്ങിക്കൊടുക്കും അല്ലെ, കായപ്പും ചായയൊക്കെ വാങ്ങിക്കൊടുക്കും. എന്താ, ഓൻ ഉണ്ടായ കാരണത്താലാണ് നമുക്ക് ഒരുപാട് ഹൈർ. ആമിനയുടെയും അബ്ദുള്ളയുടെയും മകനായി ജനിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചയായ മനുഷ്യനായി ജനിച്ച്, മനുഷ്യനായി വളർന്ന്, മനുഷ്യനായി പ്രവർത്തിച്ച്, മനുഷ്യനായി ചിന്തിച്ച്, മനുഷ്യനായി മരിച്ച മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ സലഫികളുടെ നേതാവായിട്ട് പരിചയപ്പെടുത്തുന്ന മൂപ്പര് ആ ഉമർ മൗലവി സൽസബീലിൽ എഴുതിയിട്ടുണ്ടെന്ന്, സൽസബീൽ മാസികയിൽ എഴുതിയിട്ടുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം സാധാരണക്കാരനാണെന്ന് വിശ്വസിക്കുന്നവൻ കാഫിറാണ് എന്നതാ മുജാഹിദിന്റെ നേതാവ് ഉമർ മൗലവി സൽസബീലിൽ എഴുതിയിട്ടുണ്ട്. അത് ശരി തന്നെ.